പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തിന് ഇത്തവണ ഏറെ പ്രത്യേകതകളുണ്ട്. കാരണം രാഷ്ട്രീയ കേരളം മുഴുവൻ നോക്കി നിൽക്കുന്ന ഒരു ഫലം കാത്തിരിക്കുന്ന ഒരു മണ്ഡലമായി പയ്യന്നൂർ മാറിയ ഒരു പശ്ചാത്തലമുണ്ടായത് വളരെ പെട്ടെന്നാണ്. ശ്രീ കുഞ്ഞികൃഷ്ണൻ തന്നെ ഇവിടുത്തെ UDF പിന്തുണയോടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി കൂടി, അദ്ദേഹത്തിന് നമ്മോടൊപ്പം ചേരുകയാണ്. ഞാൻ ഈ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ചപ്പോൾ അധികം പോസ്റ്ററുകളും ഫ്ലക്സുകളും ബാനറുകളും ചുവരെഴുത്തുകളും ഒന്നും കാണുന്നില്ല. എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി? ഈ പ്രചരണം വരാതിരുന്നത് മിനിഞ്ഞാന്നാണ് ചിഹ്നം അനുവദിച്ച് കിട്ടിയത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായതുകൊണ്ട് നോമിനേഷന്റെ വിഡ്രോവൽ ടൈം കൂടി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ചിഹ്നം അനുവദിക്കൂ. അപ്പോൾ അത് മിനിഞ്ഞാന്നാണ് കിട്ടിയത്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ പോസ്റ്റർ ബോർഡും പ്രിന്റ് ചെയ്യാൻ കൊടുത്ത് ഇന്നലത്തോടുകൂടി എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെയുമായി അത് വ്യാപകമായി വരും. ചുമരെടുത്ത് പിന്നെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി വരുന്നതാണ്. അപ്പോൾ കൂടുതലായി ജനങ്ങളെ കണ്ട് ഈ കാര്യങ്ങൾ അറിയിക്കുക എന്നതാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. ആ നിലയിലുള്ള പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു റിസൾട്ട് എങ്ങനെയാണ് ജനത്തെ, പ്രത്യേകിച്ച് ഒരു വലിയ CPMന്റെ ഒരു കോട്ട എന്നൊക്കെ പറയുന്ന മണ്ഡലത്തിൽ താങ്കളൊരു പുതിയ സ്ട്രാറ്റജി ചെല്ലുമ്പോൾ അവരുടെ പ്രതികരണം ഏത് തരത്തിലാണ്? ജനങ്ങള് ഞാൻ പറഞ്ഞ കാര്യം, ഞാൻ പാർട്ടിക്കകത്ത് നിന്ന് പുറത്താകാനുണ്ടായ സാഹചര്യം, ഇതെല്ലാം ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. എന്ന് മാത്രമല്ല, ഒരു ജനാധിപത്യപരമായ രീതിയിലുള്ള അവകാശങ്ങൾ അനുവദിക്കാത്ത ഒരു നിലപാടാണ് LDFന്റെ ഭാഗത്ത് നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് എനിക്ക് അനുകൂലമായ നല്ല പ്രതികരണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും. വിജയസാധ്യത തള്ളിക്കളയുന്നില്ല, വിജയിക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ഈ പലപ്പോഴും ഒരു രീതി വെച്ചിട്ട് UDFന്റെ ഒരു പിന്തുണയുണ്ട് താങ്കൾക്ക്. അപ്പോൾ UDFന്റെ പ്രവർത്തകരുടെ ഒരു സാന്നിധ്യം കൂടി വേണ്ടേ ഈ പ്രചരണ രംഗത്ത്? വീടുകളിലൊക്കെ കയറുമ്പോൾ അങ്ങനെ ഒരു അത് വേണ്ട എന്ന് തീരുമാനിച്ചതാണോ, മനഃപൂർവ്വം ഒഴിവാക്കിയതാണോ? എന്താണ് അതിന്റെ ഒരു? ഒഴിവാക്കിയതല്ല, അത് UDF എന്നുള്ള രീതിയിൽ ഇപ്പോൾ ഇന്നു മുതൽ സ്ക്വാഡ് പ്രവർത്തനം താഴെത്തലത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം അത് അവര് സ്വതന്ത്രമായി നടത്തുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നാളെ മുതൽ സ്ഥാനാർത്ഥിയുടെ മണ്ഡലത്തിലെ പര്യടനം ആരംഭിക്കുകയാണ്. അപ്പോൾ അത് യോജിച്ച പരിപാടി എന്ന രീതിയിൽ തന്നെയാണ് നടത്തുന്നത്. അപ്പോൾ അതോടുകൂടി ഒന്ന് സജീവമാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ ചെറുപുഴയിൽ നിന്ന് രാവിലെ 9 മണിക്ക് ആരംഭിക്കുകയാണ്. NK പ്രേമേന്ദ്രൻ MP ആണ് പര്യടന പരിപാടി നാളെ ചെറുപുഴയിൽ ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അത് UDFും സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മൾ ഒന്നിച്ചുള്ള ഒരു പരിപാടി ആയി തന്നെയാണ് നടക്കുന്നത്. ഈ വലിയ ഒരു പണക്കൊഴുപ്പ് ആണ് അപ്പുറത്ത്, നമുക്കറിയാം. ഫ്ലക്സുകളും ബാനറുകളും ഒക്കെ കാണുമ്പോൾ അതിനെ എങ്ങനെ നേരിടും? കാരണം UDFന്റെ ഒരു പിന്തുണയൊക്കെ ഉണ്ടാവും, കോൺഗ്രസിന്റെ ഒരു സഹായമൊക്കെ ഉണ്ടാവും. പക്ഷെ അതിനപ്പുറം താങ്കൾക്ക് വ്യക്തിപരമായും അത്തരം കാര്യങ്ങളൊരു പരിമിതികൾ ഉണ്ടാവുമല്ലോ. നമ്മൾ പണമൊഴുക്കിക്കൊണ്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനവും ഉദ്ദേശിക്കുന്നേ ഇല്ല. ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുക എന്നതാണ്. അത് ഒട്ടേറെ സാധിച്ചിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ഞാൻ ജനങ്ങളുമായി ബന്ധപ്പെടാൻ പോകുമ്പോൾ എന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണമെന്ന ഒരാവശ്യം വരുന്നില്ല. അപ്പം എല്ലാവർക്കും പരിചിതനാണ് ഞാൻ. കാരണം ഈ മാധ്യമ വാർത്തയും ഇതൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പരിചിതനാണ്. അപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടാൻ ഇതിനകം സാധിച്ചിട്ടുണ്ട്. ജനങ്ങളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അനുഭവം. മറ്റ് പണമൊഴുക്കിക്കൊണ്ടുള്ള ഈ കെട്ടുകാഴ്ചകളൊന്നും സംഘടിപ്പിക്കാൻ ഞാൻ സന്നദ്ധനല്ല. ഞങ്ങൾ ആ നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തെ കൊണ്ടുപോകാനും ഉദ്ദേശിക്കുന്നില്ല. എന്നാലും കുറച്ചൊക്കെ പ്രചരണ പ്രവർത്തനങ്ങൾ വരണം, അത് സംഘടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ പോലീസിന്റെ എസ്കോർട്ടും ഒക്കെ ഉണ്ട്, ഇപ്പോഴും ഭീഷണി തുടരുന്നുണ്ടോ? പോലീസിന്റെ എസ്കോർട്ട് ഞാൻ ആവശ്യപ്പെട്ട് ഉള്ളതല്ല. കാരണം ഭീഷണി തുടരുന്നു എന്ന് അവർക്ക് റിപ്പോർട്ട് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ചിലപ്പോൾ അവര് എസ്കോർട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ടാവുക. നേരത്തെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ദിവസം മുതൽ വീട്ടിന് മുമ്പിൽ എസ്കോർട്ട് ഉണ്ടായതാണ്. പക്ഷേ ഒരാഴ്ച മുമ്പ് എസ്കോർട്ട് പിൻവലിച്ചു, വീട്ടിനുള്ള കാവൽ പിൻവലിച്ചു. പക്ഷേ ഈ നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് സ്ഥാപിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യത്തിൽ സംഘർഷ സാധ്യത ഉണ്ട് എന്ന് കണക്കിലെടുത്ത് വീണ്ടും അത് പുനഃസ്ഥാപിക്കുകയാണ് അവർ ചെയ്തത്. നേരത്തെ അവസാനിപ്പിച്ചതാണ്.
അപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വന്ന് സ്ഥാനാർത്ഥിയൊക്കെ ആയി വന്ന സാഹചര്യത്തിൽ വേറെ ഒന്നും ഉണ്ടാകില്ല എന്നതാണ് അവരുടെ കണക്കുകൂട്ടൽ. അപ്പോഴിപ്പോഴും പോസ്റ്ററുകളൊക്കെ എന്തൊക്കെ എഴുത്തുകളൊക്കെ ചുവരെഴുത്തുകളൊക്കെ ചുമരെഴുത്ത് വായിക്കുകയാണ്. ഞങ്ങൾ എഴുതിയ ചുമര് അവർക്ക് ആവശ്യമായ രീതിയിൽ അവർ മാറ്റം വരുത്തുകയാണ്. ഈ നിലയിലൊക്കെ ചെയ്യുന്നുണ്ട്. മായ്ക്കുക മാത്രമല്ല, ഞങ്ങൾ എഴുതിയ ചുമര് മായ്ച്ച് അവരുടെ ചുമരെഴുത്താക്കിയത് മാറ്റുകയാണ്. ഇതൊക്കെ ഒരു ജനാധിപത്യ പ്രക്രിയയല്ലേ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട്. ആ നിലയിലുള്ള ഒരു ജനകീയ വികാരം എനിക്ക് അനുകൂലമായി വരുന്നുണ്ട് എന്ന് തന്നെയാണ്. ഈ താങ്കൾ നിരവധി വിഷയങ്ങൾ ഉന്നയിച്ചാണ് പാർട്ടിയോട് എതിർത്തത്. അതിനൊക്കെയുള്ള മറുപടി തെരഞ്ഞെടുപ്പ് വേളയിലെങ്കിലും എതിർ സ്ഥാനാർത്ഥി നൽകുന്നുണ്ടോ? താങ്കൾക്ക് എന്താ മനസ്സിലായിട്ടുള്ളത്? അല്ലെങ്കിൽ ഒരു വിശദീകരണം നൽകുന്നുണ്ടോ? ഒരക്ഷരം ഈ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാൻ സന്നദ്ധനാകുന്നില്ല. കാരണം അവർക്കത് പറയാൻ കഴിയില്ല. അപ്പോൾ മറ്റ് പല വിഷയങ്ങൾ ഉയർത്തി എനിക്ക് CPM അണികളിൽ നിന്ന് ലഭിക്കേണ്ടുന്ന വോട്ടിനെ തടയാൻ എങ്ങനെ സാധിക്കും എന്ന നിലയിലുള്ള ആലോചനയും അത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഉന്നയിച്ച വിഷയത്തെക്കുറിച്ച് ഒരു വിശദീകരണവും അവരെവിടെയും നൽകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും എന്തായിരിക്കും അടുത്ത രാഷ്ട്രീയ പോരാട്ടം? ഏത് രീതിയിലായിരിക്കും? രാഷ്ട്രീയ പോരാട്ടം തുടരും എന്ന് തന്നെയാണ്. അപ്പോൾ അത് ഞാൻ മറ്റൊരു പാർട്ടിയിലേക്കും പോകില്ല എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഓക്കെ, ശരി. അപ്പോൾ അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ പോരാട്ടത്തിന്റെ നടുവിലാണ് ശ്രീ കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹം ഇന്നിപ്പോൾ വിജയത്തിൽ കവിഞ്ഞ് ഒന്നും പയ്യന്നൂരിൽ പ്രതീക്ഷിക്കുന്നില്ല. ജനങ്ങളുടെ പിന്തുണ, നേരത്തെ പറഞ്ഞതുപോലെ പണക്കൊഴുപ്പോ അത്തരം പ്രചരണങ്ങളോ ഒന്നുമില്ലാതെ ജനങ്ങളുടെ മനസ്സിൽ താൻ ഉണ്ടെന്നും ആ പിന്തുണ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറും എന്നുള്ള വിശ്വാസത്തിലും കൂടിയാണ് അദ്ദേഹം. പയ്യന്നൂരിൽ നിന്ന് രഞ്ജിത്ത് രാമേന്ദ്രൻ, ന്യൂസ് 18.